നിങ്ങൾ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വെൽക്കം ചെയ്യുന്നത് മനുഷ്യരായിരിക്കത്തില്ല, പകരം പൂച്ചകളായിരിക്കും. ജപ്പാനിലെ തഷിറോജിമ എന്ന ഒരു ചെറിയ ദ്വീപിന്റെ കഥയാണിത്. ഇവിടെ ഒരു കാലത്ത് പൂച്ചകളുടെ എണ്ണം അവിടുത്തെ മനുഷ്യരുടെ എണ്ണത്തേക്കാൾ കൂടുതലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും പൂച്ചകൾ? ഇതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. പണ്ട് കാലത്ത് തഷിറോജിമയിലെ സിൽക്ക് പ്രൊഡക്ഷൻ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. സിൽക്ക് വോമുകളെ എലികൾ തിന്നാതിരിക്കാൻ വേണ്ടി ഇവരിവിടെ പൂച്ചകളെ വളർത്താൻ തുടങ്ങി. പിന്നീട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും പൂച്ചകളെ അവരുടെ ഭാഗ്യത്തിന്റെ അടയാളമായി കാണാൻ തുടങ്ങി. അങ്ങനെ പതിയെ ഈ ഒരു ചെറിയ ദ്വീപ് കാറ്റ് ഐലൻഡ് എന്നുകൂടെ അറിയപ്പെടാൻ തുടങ്ങി. ഇവിടെ നിങ്ങൾക്ക് കാറ്റ് ഷേപ്ഡ് ബിൽഡിംഗ് മുതൽ പൂച്ചകൾക്ക് വേണ്ടി ഒരുക്കിയ ഫീഡിംഗ് ഏരിയാസ് വരെ കാണാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കാൻ എല്ലാ സ്ഥലത്തും അനുവാദമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സ്ഥലം വിസിറ്റ് ചെയ്യുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടും ഇവിടുത്തെ ലോക്കൽ റൂൾസ് ഫോളോ ചെയ്തിട്ട് വേണം പോവാൻ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, നിങ്ങൾ ഈ ഒരു ഐലൻഡിൽ എത്തുന്നു. അവിടെ ഒരു ടാക്സി ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു ഗൈഡോ ആരും തന്നെ ഇല്ല. പകരം നിങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം പൂച്ചകൾ നിങ്ങളെ നോക്കി നിൽക്കുന്നു. ഇങ്ങനെയുള്ള വിചിത്രമായ സ്ഥലങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ.